ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും ലിറ്റിൽ ഗ്രേസൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പേര് തുളസി. അപ്പോൾ നമ്മൾ മുമ്പ് മാംഗോ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോ കൊണ്ടുള്ള പല ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ മാംഗോ കൊണ്ടുള്ള ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു കിടിലൻ പാക്കാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് നമ്മുടെ കൈയും കാലും ഫേസും കംപ്ലീറ്റ് ബോഡി നന്നായിട്ട് കളർ വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ബോഡി മാസ്കാണ്. ഇമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. കാരണം അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരുപാട് കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് മാംഗോ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുക ബോഡിയിൽ. അത് കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ നന്നായിട്ട് കഴുകി കളയുക. അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കഴുകി കളയുന്ന സമയത്തൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ നമ്മുടെ ബോഡി പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നനുസരിച്ച് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക. ഡ്രൈ സ്കിന്നുകാർക്കുള്ള നമ്മുടെ ബോഡി പാക്കിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാംഗോ പൾപ്പാണ്. അതായത് മാങ്ങ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തത്. പിന്നെ അതിൻ്റെ തൊലിയുടെ ഭാഗത്തിൽ പെടാൻ പാടില്ല. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ തൈരാണ്. തൈരും മാംഗോയും എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. മൂന്നാമതായിട്ട് ഞാൻ എടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നന്നായിട്ട് നമ്മളെ കളർ വയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ ഈ അരിപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മാജിക് പോലെ നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് അരിപ്പൊടി. അപ്പോൾ ബെസ്റ്റാണ് സ്കിന്നിന്. നമ്മൾ സ്കിന്നിലിടുന്ന എന്ത് ഫേസ് പാക്കിലും അരിപ്പൊടി മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മസ്റ്റാർഡ് ഓയിൽ, അതായത് കടുകെണ്ണ സ്കിന്നിന് മാത്രമല്ല ഹെയറിനും ബെസ്റ്റാണ്. നന്നായിട്ട് മുടി നീളം വയ്ക്കാനും താരം പോകാനൊക്കെ സഹായിക്കും. കൂടാതെ സ്കിന്ന് നല്ല കളർ വയ്ക്കാനും സ്കിന്നിലെ മാർക്സ് ഒക്കെ പോകാനും കടുകെണ്ണ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ബോഡി പാക്ക് രണ്ട് തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് സാധാരണ ഫേസ് പാക്കിൻ്റെ ഒക്കെ ആ ഒരു ഇതിൽ, പിന്നെ ഐസ് ക്യൂബ് ആക്കിയിട്ട്. മാംഗോ പൾപ്പും അരിപ്പൊടിയും ഒരേ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. പിന്നെ കടുകെണ്ണ 1.5 ടീസ്പൂണാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കിത് തിക്ക് പേസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് തൈരിൽ ആഡ് ചെയ്ത് കൊടുക്കാം. തൈരിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടും ഇത് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് അങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ടും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ബോഡി പാക്ക് റെഡി ആയിട്ടുണ്ട്. മാംഗോ പൾപ്പ് നമ്മൾ തൊലിയൊന്നും ചേർക്കാതെ പൾപ്പ് മാത്രം നന്നായിട്ട് അരച്ചെടുത്തത്, അതാണ് ഒന്നാമത്തെ സംഭവം. പിന്നെ അരിപ്പൊടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഫേസ് പാക്കിലുള്ള, അതായത് ബോഡി പാക്കിലുള്ള 2 സംഗതികളും ഇതിലും ഉണ്ട്. 2 എണ്ണമല്ല 3 എണ്ണം ഉണ്ട്. തൈരാണ് മൂന്നാമത്തെ സംഭവം. അപ്പോൾ ഈ 3 സാധനങ്ങൾ കോമൺ ആയിട്ടുള്ളതാണ്. പിന്നെ കടുകെണ്ണയും ഇതിൽ നമ്മൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കറ്റാർവാഴ. അപ്പോൾ ഇതാണ് ഇതിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കറ്റാർവാഴ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സ്കിന്നിനും ഹെയറിനൊക്കെ ബെസ്റ്റാണ്. കറ്റാർവാഴ നിങ്ങൾ മസ്റ്റായിട്ട് സ്കിന്നിൽ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പലർക്കും പേടിയാണ് രോമം വളരുമോ സ്കിന്നിൽ എന്നൊക്കെ. പക്ഷേ അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ഉപയോഗത്തിനാണോ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് ആ ഒരു യൂസാണ് നമുക്ക് കറ്റാർവാഴയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് ബെനഫിറ്റ് ഉള്ളൊരു സസ്യമാണ് കറ്റാർവാഴ. 2 ടീസ്പൂൺ വീതം ഞാൻ നമ്മുടെ അരിപ്പൊടി മാംഗോ പൾപ്പ് എടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ നമ്മുടെ തൈര് ഒഴിച്ചു. പിന്നെ ഇവിടെ ഞാൻ മിക്സിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് കറ്റാർവാഴയാണ്. അപ്പോൾ കറ്റാർവാഴ എന്ന് പറയുന്നത് ഇതൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്ന അത്രയും ക്വാണ്ടിറ്റി കറ്റാർവാഴ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ എന്ത് പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഗുണം കൂടുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. ഇനി ഈ ബോഡി പാക്കിൽ നമ്മൾ കുറച്ച് ലിക്വിഡ്, ഒന്നുകിൽ തൈര് അല്ലെങ്കിൽ കറ്റാർവാഴ അല്ലെങ്കിൽ വെള്ളം,
ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കണം. അപ്പോൾ നമുക്കത് കാണാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ടാണ് ഇത് ഐസ് ക്യൂബ് ആക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം ഓയിലി സ്കിന്നിൻ്റെ ബോഡി പാക്കാണ്. അതിലേക്ക് 2 ടീസ്പൂൺ കറ്റാർവാഴ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കുറേശ്ശെയായിട്ട്. അപ്പോൾ ഷെയ്ക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം. അപ്പോൾ അത് കിട്ടുന്ന വരെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ഐസ് ക്യൂബിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇത് ഡ്രൈ സ്കിന്നുകാർക്കുള്ള ബോഡി പാക്കാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷെയ്ക്ക് പോലെ ആക്കിയെടുക്കുക. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അതായത് അതിൽ കട്ടകളൊന്നും പാടില്ല. അപ്പോൾ ഐസ് ക്യൂബ് ആകുമ്പോൾ അത് ഭയങ്കര റഫായി പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ 2 ബാറ്ററും റെഡിയായി. ഇനി ഒരു ഐസ് ട്രേയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ 2 മെത്തേഡിൽ ഞാൻ പറയുന്നത് ഒന്ന് ഫ്രിഡ്ജുള്ളവർക്കും ഒന്ന് ഇല്ലാത്തവർക്കുമാണ്. അപ്പോൾ ഉള്ളവർ മസ്റ്റായിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് വേണം ഇടാൻ. ഐസ് ക്യൂബ് ആക്കുമ്പോൾ നമുക്ക് ഇരട്ടി സ്പീഡിൽ റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ്. സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റിയ പച്ചക്കറി, പഴങ്ങൾ ഇതൊക്കെ നമ്മൾ ജ്യൂസാക്കിയിട്ട് അതിൻ്റെ നാരൊന്നും കളയാതെ അരിച്ച് കളയാതെ ഐസ് ക്യൂബ് ആക്കുക. എന്നിട്ട് ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നല്ല ക്ലിയർ സ്കിന്ന് നിങ്ങൾക്ക് കിട്ടും. ഈ ട്രേയിൽ പാക്ക് കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അത് ഐസ് ക്യൂബ് ആക്കിയിട്ട് കാണാം. നമ്മൾ ഈ ട്രേ ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഐസിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഇതിൻ്റെ മേലെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഡെയിലി ഉപയോഗിക്കേണ്ട ഐസ് ക്യൂബിൻ്റെ എണ്ണം നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ 8 മുതൽ അങ്ങോട്ട് മേലോട്ട് ഐസ് ക്യൂബ്സ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാംഗോ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള മാസ്കുകളും ഫേസ് പാക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മാംഗോ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലും ഇടാം. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.